ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പം നാളെ മുതലുള്ള ഒരാഴ്ചയിലെ വിശേഷമാട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം വിശേഷത്തിലേക്ക് കടക്കാട്ടോ. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടതിന് ശേഷം ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ചന്ദ്രനെയാണ്. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ചന്ദ്രയ്ക്ക് അവിടെ സംസാരിക്കാൻ ഒരിടവും ഇല്ല. എവിടെ ചെന്നാലും പ്രൈവസി കിട്ടുന്നില്ല. ഏതായാലും ഭാമേനെയും കൂട്ടി പിന്നെ ലാസ്റ്റ് ടെറസിന്റെ മണ്ടയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പം ഭാമയോട് വേറൊന്നുമല്ല സംസാരിക്കാനുള്ളത്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. രവിയേട്ടൻ ഇവിടെ ഒരു റൂമും കൂടെ കെട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ റൂം വല്ലതും കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ രേവതിയും സച്ചിയും ഈ വീട്ടിൽ നിന്ന് പോവില്ല എന്ന് ഇവിടെ അട്ടിപ്പേറ് കിടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാമയോട് സംസാരിക്കണം. അതിനാണ് റൂം അന്വേഷിച്ച് നടന്ന് എല്ലാ റൂമിൽ കൂടെയും ചെന്ന് നോക്കിയപ്പോൾ എല്ലായിടത്തും ആളുണ്ട്. ലാസ്റ്റ് ടെറസിന്റെ മണ്ടേ അഭയം പ്രാപിച്ചു. അങ്ങനെ നമ്മുടെ ഭാമ പറയുകയാണ്, എടി ചന്ദ്രേ, നിന്റെ വീടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിനക്ക് ഇവിടെ ഒരു റൂമില്ലാത്തൊരവസ്ഥയാണല്ലോ എന്ന്. അങ്ങനെയാണ് ചന്ദ്രൻ പറഞ്ഞത്. ഇത് തന്നെ ഞാൻ നിന്നോട് സംസാരിക്കാൻ വേണ്ടി ഇരുന്നത്. നിനക്കറിയാമോ, ചന്ദ്രേട്ടൻ മുകളില് റൂം കെട്ടാൻ പോവാ, ഇവിടെ റൂം കെട്ടാൻ പോവുക. ഇവിടെ റൂം കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ എൻ്റെ അവസ്ഥ. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും പൊളിക്കണം. ഏതായാലും സച്ചി രേവതി ഇവിടുന്ന് ഇറങ്ങിപ്പോണം. അല്ല, നിനക്ക് അവരെ ഇറക്കി വിടണമെന്ന് എന്തിനാ ഭാമയെ നിർബന്ധം അല്ല ഭാമയെ നല്ല ചന്ദ്രയെ നീ നിർബന്ധം പിടിക്കുന്നത്? നിനക്ക് നോക്കി എന്ത് ഭാഗ്യമാണെന്ന്. എടി, എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിൽക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം മക്കളില്ലാത്തതിൻ്റെ വിഷമം. നിനക്ക് 3 മക്കളുണ്ട്, 3 പേരും നിന്റെ കൂടെ നിന്നിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, 2 എണ്ണം ഓക്കെ, 3ാമത്തെ ഒരെണ്ണം വേണമെങ്കിലേ നീ അങ്ങോട്ട് എടുത്തോ. നീ ഒരു കാര്യം ചെയ്യ, സച്ചിനെ രേവതിയിൽ അങ്ങ് കൊണ്ടുവെക്കോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേഷ്യം വന്നു കേട്ടോ നമ്മുടെ ഭാമയ്ക്ക്. അയ്യോ എൻ്റെ പൊന്നു ചന്ദ്രേ, വേണ്ട, എനിക്ക് അവനെ കൊണ്ടുപോയിട്ട് എന്താ, അവന്റെ വായിൽ നിന്ന് എപ്പോഴും അവന്റെ വായിലിരിക്കുന്ന ചൊറിയുന്ന വർത്താനം കേൾക്കാനോ? അപ്പം ചൊറിയുന്ന വർത്താനാന്ന് അറിയാലോ. ചൊറിയുന്ന വർത്താനം ഞാൻ സഹിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ. എന്നിട്ട് വേണം നമ്മുടെ ശ്രുതിയുടെ അച്ഛനെ കൊണ്ട് ഇവിടെ ഒരു വലിയൊരു കെട്ടിടം പണിയിപ്പിക്കാനായിട്ട്. എന്നിട്ട് അതിനകത്ത് ലിഫ്റ്റ് പിടിപ്പിക്കണം. അതുപോലെ നമുക്ക് മാത്രം കയറാനുള്ള ലിഫ്റ്റ് അല്ല, ഈ കാറൊക്കെ കയറ്റിക്കൊണ്ടിടാനുള്ള ലിഫ്റ്റ് അത് സഹിതം പിടിപ്പിക്കണം. ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാമിക്ക് ചിരിയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏതായാലും അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതി നേരെ മീരയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പൊ നമ്മുടെ ചന്ദ്രയ്ക്ക് ഭാരം ഇറക്കി വെക്കാൻ ഭാമയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിക്ക് ഭാരം ഇറക്കി വെക്കാനുള്ളത് നമ്മുടെ മീരയാണ്. അങ്ങനെ മീരയുടെ അടുത്ത് ചെന്നു. മീരയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ മീര ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു നാട്ടിലെ പോക്കൊക്കെ? അടിപൊളിയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അടിപൊളിയായിരുന്നു എന്ന്. എൻ്റെ പൊന്നോ, നീ ഒപ്പിച്ച് തന്നെ പുള്ളിക്കാരനുണ്ടല്ലോ വീരാനിക്ക, അങ്ങേരെല്ലാം കുളവാക്കി കൈ തന്നേനെ. അറിയാമോ നിനക്ക്, ആ സച്ചിക്കും രേവതിക്കും ഭയങ്കര സംശയമുണ്ട് ബീരാനിക്കേനെ. ഒരു തരത്തിലെങ്ങനെ പുള്ളിക്കാരനെ അവിടുന്ന് പറഞ്ഞു വിട്ടത്. അല്ല ശ്രുതി, നീ എത്ര നാൾ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് നിന്റെ വിചാരം? ഞാനൊരു കാര്യം പറയട്ടെ, ഇത് പെട്ടെന്ന് സത്യം തുറന്നു പറയുകയാണെങ്കിൽ നിനക്ക് അത്രയും ആശ്വാസമായിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ സമാധാനം ഇല്ലാതെ ഈ കള്ളം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നിനക്ക് നടക്കേണ്ടി വരില്ലേ? അയ്യോ വേണ്ട, അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ഒന്നത് രേവതി തന്നെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം വർഷയും കൂടെ വന്നേക്കുക. വർഷ കോടീശ്വരിയാണെന്ന് അറിയാലോ. ആകെ നിലയും വിലയും ഞാൻ അവിടെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് ഇച്ചിരി പണം ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിലേ എൻ്റെ അമ്മായിയമ്മയുണ്ടല്ലോ, രേവതിനെ എങ്ങനെ കാണുന്നോ അതിനപ്പുറമായിരിക്കും എന്നെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പം തൽക്കാലം സത്യങ്ങളൊന്നും എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല. പിന്നെ നീ ഈ കള്ളം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അല്ലാതെ പിന്നെ ഈ കള്ളം ഇതേപടി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. പിന്നെ ബീരാനിക്കാനെ പോലത്തെ ഉള്ളവരെ ഇനി നീ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടേക്കരുത്. അല്ല, നിന്റെ അച്ഛനെ ചോദിച്ചു കഴിഞ്ഞാൽ നീ അച്ഛനെയും എങ്ങനെ കൊണ്ടുവരും? അത് പിന്നെ ബീരാനിക്കാനെ പോലെ അല്ല, വേറെ ഇച്ചിരി സ്മാർട്ടായ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒപ്പിക്കാം. എന്തു ആടി ഇത്, എത്ര നാൾ നീ കള്ളം പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിൽക്കും എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ്, പിടിച്ചു നിന്നല്ലേ പറ്റൂ. ഏതായാലും കള്ളം പറഞ്ഞു പോയി, ഇനി 100 കള്ളം പറയാതെ രക്ഷയില്ല. 100 കള്ളം പറഞ്ഞ് ഒരു ദിവസം സത്യം വെളിയിൽ വരും. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ മീരയുടെ വീടിന്റെ വെളിയിൽ ആരോ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ബീരാനിക്കയാണ്. ബീരാനിക്ക നമ്മുടെ ശ്രുതിനെ കണ്ടതും ഓടിക്കേറി വന്നിട്ട് ഭയങ്കര സന്തോഷം. മോളൂട്ടി, മോളെ ശ്രുതി എന്നൊക്കെ വിളിച്ചപ്പോഴത്തേക്കും, അതെ നിക്ക്. അല്ല,
നാടകമൊക്കെ കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാ വീണ്ടും എന്നെ മോളെ ശ്രുതി എന്നൊക്കെ വിളിക്കുന്നത്? അയ്യോ, ഞാനതങ്ങ് മറന്നുപോയിന്നേ. ഞാൻ ഇപ്പോഴും നിന്റെ ഇളയച്ചനാന്ന് ഓർത്തത്. അല്ല, എൻ്റെ അഭിനയം ജോഷി സാറിന് ഇഷ്ടപ്പെട്ടോ? അല്ല, എന്നെ സിനിമയിൽ എടുക്കുവോ? അത് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അത് മാത്രമല്ല, നല്ല മട്ടൻ, നല്ല ദശയുള്ള മട്ടനും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഏതായാലും ശ്രുതി മോൾ ഇവിടെ ഉണ്ടായിരുന്നത് നന്നായി. ഏതായാലും ശ്രുതി മോൾക്കും കുറച്ച് കൊടുത്തേരെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് നമ്മുടെ മീര പറഞ്ഞത്, അല്ല ബീരാനിക്ക അവിടെ ചെന്ന് കുളവാക്കി കൈ കൊടുത്തില്ലേ? എന്തു കുളം? ഒരു കുളവും ആക്കിയില്ല ഞാൻ നല്ല സ്മാർട്ടായിട്ട് നിന്നതവിടെ. ഞാൻ നല്ലൊരു ഇളയച്ചനായിട്ട് തന്നെ അവിടെ പെരുമാറിയതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാം പൊളിച്ച് അടക്കി കൈ തരുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു. എൻ്റെ പൊന്നു ബീരാനിക്ക, എന്നെ വിട്ടുപിടി. പിന്നെ ബീരാനിക്ക് ഇങ്ങനെയൊക്കെ ഈ പരിസരത്തൂടെയൊക്കെ ഇറങ്ങി നടന്നാലേ ശരിയാവില്ല. ഈ പരിസരത്തൂടെയൊക്കെ ഇറങ്ങി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇറങ്ങി നടക്കാനും പറ്റില്ലേ? ഞാനൊരു ഇറച്ചി കച്ചവടക്കാരനല്ലേ, അപ്പൊ എനിക്ക് ഇറങ്ങി നടക്കണ്ടേ? അപ്പൊ നമ്മുടെ മീര പറഞ്ഞു, അല്ല, ഇങ്ങനെ ഇറങ്ങി നടന്നു കഴിഞ്ഞാലേ ശരിയാവില്ല. അതെ, നിങ്ങളുടെ അഭിനയം നല്ലതാണെന്ന് ജോഷി സാർ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളോട് ഒത്തിരി ഇറങ്ങി നടക്കരുതെന്ന്. ഓ, എനിക്ക് മനസ്സിലായി, ന്യൂ ഫെയിം കാണിക്കാനാണല്ലേ. എനിക്കിതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. ഏതായാലും ഞാനേ പോവുക. പിന്നെ ജോഷി സാറിനോട് എൻ്റെ ഒരു അന്വേഷണം പറഞ്ഞേക്കണം. എത്രയും പെട്ടെന്ന് എനിക്ക് ജോഷി സാറിനൊന്ന് കാണണം. ദേ മീരെ മോളെ, സെറ്റാക്കിയേക്കണം കേട്ടോ. ശ്രുതി, എങ്കിൽ പിന്നെ ഞാൻ പോവാടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബീരാനിക്ക അങ്ങ് പോയി. ബീരാനിക്ക പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇതിലും വലിയ കുരിശാകുമോ എൻ്റെ പൊന്നു മീരെ? ഇനി ഈ പുള്ളിക്കാരൻ ഭീഷണിയായിട്ട് എൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ തീർന്ന്. ബീരാനിക്ക നിസ്സാരമാടി, പേടിക്കാനൊന്നുമില്ല. പുള്ളിക്കാരന് പറഞ്ഞാൽ മനസ്സിലാവുന്ന കൂട്ടത്തില. ഈ സിനിമ പ്രാന്തുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നീ പേടിക്കുമെന്ന് വേണ്ട. ഏതായാലും നീ പേടിക്കേണ്ടത് നിന്റെ വീട്ടിലുള്ളവരെ തന്നെയാ. ഈ സത്യങ്ങൾ അവരറിയാതെ സൂക്ഷിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ മീരയും ശ്രുതിയും കൂടെ ചേർന്ന്. ഏതായാലും ഇത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ ആ ഒരു ബ്യൂട്ടി പാർലർ മേടിച്ച മേഡം ഉണ്ടല്ലോ, ആ മേഡത്തെ കാണിക്കുന്നത്. അപ്പൊ ആ മേഡത്തിന്റെ വണ്ടിക്ക് എന്തോ ശകലം പ്രശ്നം പറ്റിയതുകൊണ്ട് തന്നെ ആ മേഡം വേറൊരു വണ്ടി വിളിക്കുകയാണ്. അപ്പം ഒരു ട്രാവൽസിൽ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ആ ട്രാവൽസുകാര് നമ്മുടെ സച്ചിയുടെ നമ്പർ കൊടുത്തു. അങ്ങനെ സച്ചിനെയാണ് ആ പുള്ളിക്കാരി വിളിക്കുന്നത്. അങ്ങനെ സച്ചിയാണ് ആ പുള്ളിക്കാരിനെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ആ പുള്ളിക്കാരിയെ നമ്മുടെ സച്ചി നേരെ കൊണ്ടുവിടുന്നത് ആ ബ്യൂട്ടി പാർലറിലേക്കാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പൗഡർ എടുത്തിട്ട് ബ്യൂട്ടി പാർലർ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് നമ്മുടെ സച്ചി. അപ്പൊ ഈ പുള്ളിക്കാരി എന്ത് ചെയ്തു? പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ് വണ്ടിയിൽ നിന്ന് പൈസ കൊടുക്കാതെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ഇതെന്താ ഈ പുള്ളിക്കാരി കാണിക്കുന്നതെന്ന് പറഞ്ഞ് സച്ചി എന്ത് ചെയ്തു? സച്ചി നേരെ ഈ പുള്ളിക്കാരിയുടെ പുറകെ പോവുകയാണ്. പുറകെ ബ്യൂട്ടി പാർലറിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും, ഹലോ മേഡം എനിക്ക് പൈസ തന്നില്ല. ഈ സോറി മോനെ, സത്യമായിട്ട് ഞാൻ മറന്നു പോയതാ. എന്നും സ്വന്തം വണ്ടിയിൽ ഇറങ്ങുന്ന ഓർമ്മയിൽ ഇങ്ങ് പോകുന്നതാന്ന് പറഞ്ഞു. അതെ, അവിടുന്ന് കുറച്ച് പൈസ എടുത്തു കൊടുത്തേരെ, എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇരുന്ന ഒരു സ്റ്റാഫിനോട് ഈ മേഡം പറഞ്ഞിട്ട് മേഡം അങ്ങ് പോയി. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി ചോദിക്കുന്നത്, അല്ല ഇതാരാ, ഈ മേഡം ആരാ? അത് പിന്നെ ഈ ബ്യൂട്ടി പാർലറിന്റെ ഓണർ. ഈ ബ്യൂട്ടി പാർലറിന്റെ ഓണറോ? അപ്പോഴത്തേക്കും പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഗ്രീൻ ലാൻഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ചന്ദ്രമതിയുടെ പേര് മാറ്റിയിട്ടേക്കാണ് കേട്ടോ. പണ്ടത്തെ ഗ്രീൻ ലാൻഡ് എന്നാണ് ആ ഒരു ബ്യൂട്ടി പാർലറിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സച്ചിക്ക് പെട്ടെന്ന് സംശയം തോന്നുന്നു, ഗ്രീൻ ലാൻഡോ? ഇത് നേരത്തെ ചന്ദ്രമതി ബ്യൂട്ടി പാർലർ അല്ലായിരുന്നോ? അത് പിന്നെ നേരത്തെ, ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ ഈ ബ്യൂട്ടി പാർലറിന്റെ പേര് ഗ്രീൻ ലാൻഡ് എന്നാ. നേരത്തെ ആ ബ്യൂട്ടി പാർലർ ആയിരുന്നു, പക്ഷെ ഇപ്പം അവര് ഈ ഒരു മേഡത്തിന് മറച്ചു വിട്ടു. ഈ പുള്ളിക്കാരിക്ക് ഒത്തിരി ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ഈ പുള്ളിക്കാരി ആ ബ്രാഞ്ചിന്റെ പേരാണ് ഇട്ടിരിക്കുന്നത് ഗ്രീൻലാൻഡ് എന്ന്. അപ്പം ഇവിടെ നിന്ന ശ്രുതി ചേച്ചിയുടെ ആയിരുന്നു നേരത്തെ ഇത്. പക്ഷെ ഇപ്പം ശ്രുതി ചേച്ചി അവർക്ക് വിറ്റത് കൊണ്ട് ഇപ്പൊ ശ്രുതി ചേച്ചി ഇവിടുത്തെ സ്റ്റാഫാ. പിന്നെ എല്ലാം മേൽനോട്ടവും നടത്തുന്നത് ശ്രുതി ചേച്ചിയാണെന്ന് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേട്ടപ്പോഴാണ് നമ്മുടെ സച്ചി ഞെട്ടിപ്പോകുന്നത്. അപ്പൊ ആ ഒരു സത്യവും കൂടെ നമ്മുടെ സച്ചി തന്നെ പിടിച്ചെടുക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ശ്രുതി ഇത്ര നാള് കള്ളത്തരം പറഞ്ഞാണ് അവിടെ ജീവിച്ചത് എന്ന്. അതായത് നമ്മുടെ ബ്യൂട്ടി പാർലർ സ്വന്തമായിട്ടുണ്ട് എന്നും പറഞ്ഞ് ആണ് അവിടെ ജീവിച്ചതെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പൊ ഇത് അറിഞ്ഞതും സച്ചി വെറുതെ വിടുവോ? സച്ചിക്ക് അടുത്തൊരു ന്യൂസ് അല്ലേ കിട്ടിയിരിക്കുന്നത്. അത് നമ്മുടെ ശ്രുതിനെ ഇട്ട കൊട്ടയിൽ വെള്ളം കോരിക്കുക, അതായത് ഓട്ടത്തൊട്ടിയിൽ വെള്ളം കോരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഓട്ടത്തൊട്ടിയിൽ വെള്ളം കോരിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ തന്നെ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. സച്ചി വെറുതെ വിടുവോ? സച്ചി വിട്ടടിച്ച് വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സച്ചി നേരെ ചെന്ന് നമ്മുടെ രവീന്ദ്രനോട് പറയാണ്, അച്ഛാ എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. അല്ല, പണ്ട് ഞാനൊരു സത്യം പറഞ്ഞില്ലേ സുധീനെ കുറിച്ച്? അപ്പോഴല്ലേ അച്ഛൻ എന്നോട് പറഞ്ഞത് ഇനി ആരോടും ആ സത്യങ്ങളൊന്നും വിളിച്ചു പറയരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പതുക്കെ പറയണമെന്ന്. ഇതുപോലെ ഒരു സത്യം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അച്ഛാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചത്, എന്ത് സത്യം, ഏത് സത്യം?
അത് പിന്നെ ഞാൻ പറയാ അച്ഛാ, എന്ത് സത്യം ഏത് സത്യാന്ന്. അല്ല നീ ഉറക്കെ പറയാ. രഹസ്യം എങ്ങനെയാ ഉറക്കെ പറയുന്നേ? അച്ഛൻ്റെ ചെവി ഇങ്ങതാ. എനിക്കാകെ 2 ചെവിയേ ഉള്ളൂ, അതിൽ ഒരു ചെവി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണാ ശരിയാവുന്നത്? അച്ഛ കോമഡി ഇറക്കാതെ. അച്ഛനോടാ പറഞ്ഞ ചെവി ഇങ്ങ് തരാന്. ഞാനേ പതുക്കെ പറയാം, എനിക്ക് സത്യം പറയാൻ രഹസ്യം പറയാൻ അറിയത്തില്ല, കൊണ്ട് ആ ചെവി ഇങ്ങ് തന്നെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി സത്യം മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ് രവീന്ദ്രനോട്. രവീന്ദ്രൻ ഇത് കേട്ടത്, മോനെ സച്ചി സത്യമാണോ നീ പറയുന്നത്? അതെ അച്ഛ, ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? അല്ല നിനക്കെപ്പോഴും അവരോട് ദേഷ്യം തന്നെയാണല്ലോ. ദേഷ്യം അന്നോർത്തോണ്ട് ഞാൻ സത്യം പറയാറുള്ളൂ, ഞാൻ കള്ളം പറയാറില്ല. അല്ല നീ ഇതെങ്ങനെ അറിഞ്ഞു? ഞാനിതെങ്ങനെ അറിഞ്ഞെന്ന് പറഞ്ഞില്ലേ? ഞാനേ അവിടെ ഓട്ടം പോയത് ആ മേഡത്തിനെ കൊണ്ടുവിട്ടത് ഞാനാ. ആണോ? ദേച്ച, ഇതെല്ലാരോടും നമുക്ക് പറഞ്ഞാലോ? ദൈവമേ, എന്റെ പൊന്നു സച്ചി, ഇത് നീ ആരോടും പറയരുത്. അതെന്താ വെച്ചാൽ എല്ലാരോടും പറഞ്ഞാല് സത്യമായിട്ടും ഇതെല്ലാരും അറിയണ്ടേ? വേണ്ട വേണ്ട. അറിയാലോ നിന്റെ അമ്മയുടെ കാര്യം. നിന്റെ അമ്മയാണെങ്കിലേ അവളെ എടുത്ത് തലയെ കയറ്റി വെച്ചിരിക്കുക. പിന്നെ ഇപ്പൊ ഈ വീട്ടിലൊരു യുദ്ധം കഴിഞ്ഞതേ ഉള്ളൂ. നമ്മുടെ സുധിയുടെ സത്യം അറിഞ്ഞിട്ട് എല്ലാവരും ആ ഷോക്കിൽ നിന്നൊന്ന് മാറി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടി ഇതും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല സച്ചി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേണ്ട, വെറുതെ എന്തിനൊരു വിഷയം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കി വെക്കുന്നത്? അവരുടെ കുടുംബജീവിതത്തിന് അത് വലിയ പ്രശ്നമാകും. അതുകൊണ്ട് നമ്മൾ ഈ സത്യം നമ്മൾ രണ്ടും മാത്രം അറിഞ്ഞാൽ മതി, വേറൊരാൾ അറിയണ്ടെന്ന് പറഞ്ഞു. അയ്യോ അച്ഛാ, ഞാനിതെങ്ങനെ സഹിച്ചിരിക്കും? ഞാനിതെങ്ങനെ പറയാതിരിക്കും? അതൊക്കെ നീ പറയാതിരിക്കണം. ദേ എന്റെ കൈ തൊട്ട് സത്യം ചെയ്യ, ഇതാരോടും പറയില്ലെന്ന്. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ സത്യം ചെയ്യിപ്പിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ പാർലറേട്ടത്തിൽ കയറി വരുന്നത്. പാർലറേട്ടത്തിനെ കണ്ട് നമ്മുടെ സച്ചിക്ക് ചിരി വരികയാണ് കേട്ടോ. നമ്മുടെ സച്ചി ആണെങ്കിലോ ഭയങ്കര ചിരി. അപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചു, ഇതെന്താ സച്ചി ഇങ്ങനെ നിന്ന് ചിരിക്കുന്നത്? ഒന്നുമില്ല പാർലറേട്ടത്തി, ചുമ്മാ ചിരിച്ചെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ട്, അല്ല മോളെ, നീ എന്തിനാ ഇവനോടൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്നത്? മോള് പോയി മടുത്തു വന്നതല്ലേ? അതുകൊണ്ട് ബാ, മോള് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കാണൂല്ലേ? അതേ അമ്മേ, ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, ഇന്ന് ഒത്തിരി വർക്ക് ഉണ്ടായിരുന്നു. മോൾ എന്തിനാ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്? അവിടെ സ്റ്റാഫില്ലേ? സ്റ്റാഫുകളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ലേ? അപ്പൊ വീണ്ടും നമ്മുടെ സച്ചി എന്നൊക്കെ പറഞ്ഞ് ചുമക്കാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര നോക്കിയിട്ട്, എന്താടാ നിനക്കെന്ന് ചോദിച്ചു. ഒന്നുമില്ല. ഞാൻ വെറുതെ. അല്ല നിനക്ക് എന്താ ഇത്തിരി പ്രശ്നം ഇരിക്കുന്നത്? അതെ, മോള് കഷ്ടപ്പെട്ട് വന്നിരിക്കുന്നതേ ചന്ദ്രാസ് ബ്യൂട്ടി പാർലറിൽ നിന്നാ. ചന്ദ്രാസ് ബ്യൂട്ടി പാർലർ. ഇനി എന്തൊക്കെ പേര് ഞാൻ കേൾക്കണം. ഗ്രീൻ എന്ന് പറയാൻ വന്നതും പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ കയറി സച്ചിന്ന് വിളിച്ചു. അപ്പൊ സച്ചി ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, മോള് ക്ഷീണിച്ചല്ലേ വന്നത്, മോള് കയറി വന്നേ, മോക്കെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ആന്റി ജ്യൂസ് തരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിനെ. ഏതായാലും ശ്രുതിയുടെ കള്ളത്തരം നമ്മുടെ സച്ചി അറിഞ്ഞു എന്ന് ഇതുവരെ ശ്രുതിയും അറിഞ്ഞിട്ടില്ല. ഏതായാലും ഇങ്ങനെയുള്ള രസകരമായ കുറച്ച് നിമിഷങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന പ്രധാന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശ്രുതിക്ക് ജോലി ഇല്ലല്ലോ. അപ്പൊ ശ്രുതിക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിയുടെ ഷർട്ടൊക്കെ തേച്ച് ഒരു പുള്ളിക്കാരൻ കൊണ്ടുവരാണ്. അപ്പൊ ഈ ഇസ്തിരി ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവരുടെ കൈ കൊടുത്തിട്ട് കൊണ്ടുവന്നപ്പം ആ പുള്ളിക്കാരൻ പറഞ്ഞ് പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ സച്ചി പൈസ എടുത്ത് കൊടുക്കാൻ തുടങ്ങും. പക്ഷെ സുധിയുടെ അന്ന് അറിയില്ലായിരുന്നു. അപ്പൊ സുധിയുടെ അന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ഞാൻ എന്തിനു പൈസ കൊടുക്കണം? എനിക്കിതിന്റെ കാര്യമില്ല. അതും പാർക്കിൽ പോയി തെണ്ട് തിരിഞ്ഞ് നടക്കുന്ന ഇവൻ എന്തിനാ തേക്കുന്നത്? കൊള്ളാം, ഏതായാലും കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി കളിയാക്കാം. അപ്പോഴത്തേക്ക് സുധിയോട് പൈസ കൊടുക്കാൻ പറഞ്ഞപ്പോൾ സുധി പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന്. അപ്പോഴത്തേക്കും അങ്ങ് കളിയാക്കാൻ തുടങ്ങിയില്ലേ നമ്മുടെ സച്ചി. ശ്രുതി ഇത് കേട്ടോണ്ട് നിൽക്കുമോ? ശ്രുതി പറഞ്ഞു, സച്ചി നിർത്ത്, നീ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട, എൻ്റെ ഭർത്താവിൻ്റെ ഷർട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി കൊണ്ട് പൈസ കൊടുത്തു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞത്, എടാ അവന് പണിയില്ലെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലറുണ്ട്, ദേ അതുകൊണ്ട് അവർക്ക് ഒരു പ്രശ്നമില്ല, അവരെങ്ങനെയും ജീവിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, ബ്യൂട്ടി പാർലർ അല്ലേ, സ്വന്തമായിട്ടല്ലേ? ഉണ്ട്, ഞാൻ സമ്മതിച്ചു എന്നിങ്ങനെ വെറുതെ ചിരിച്ചുകൊണ്ട് പറയണം. അപ്പം വീണ്ടും നമ്മുടെ ശ്രുതിക്ക് ഒരു ചെറിയ സംശയം തോന്നുന്നുണ്ട് കേട്ടോ, ഇനി സത്യം എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ഇല്ല, അതിന് വഴിയില്ല എന്നൊരു വിശ്വാസവും നമ്മുടെ ശ്രുതിക്കുണ്ട്. ഏതായാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിനെ ഒരുപാട് കളിയാക്കുന്നുണ്ട് സച്ചി. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി പറയാണ്, ശ്രുതി, എങ്ങനെയെങ്കിലും നീ ഇന്ന് എവിടെന്നെങ്കിലും ജോലി കണ്ടുപിടിക്കാതെ വീട്ടിലേക്ക് വരരുത്, ഇന്ന് തന്നെ എവിടെന്നെങ്കിലും ജോലി കണ്ടുപിടിച്ചിരിക്കണമെന്ന്. അങ്ങനെ ഒരു ടാസ്ക് നമ്മുടെ ശ്രുതിക്ക് കിട്ടുകയാണ്. അങ്ങനെ ശ്രുതിക്ക് എന്ത് ജോലി കിട്ടാനാ? ലാസ്റ്റ് നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ജോലി ചോദിക്കാം. അപ്പൊ അവിടെ ഒരു സപ്ലയർ ആയിട്ട് ജോലി ഉണ്ട്, അതുപോലെ തന്നെ ബില്ല് എടുക്കാനുണ്ട്, പിന്നെ ഉള്ളത് ലിസ്റ്റ്, അതായത് എന്തൊക്കെ വേണമെന്നൊക്കെ ചോദിച്ച് ലിസ്റ്റ് എടുക്കണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ജോലിയാണ് നമ്മുടെ ശ്രുതിക്ക് കിട്ടുന്നത്. ശ്രുതി ഇത് അവിടെ പറയുന്നൊന്നും ഇല്ല കേട്ടോ. ശ്രുതി ആണെങ്കിൽ നല്ല ഹലുവയൊക്കെ മേടിച്ച് വൈകിട്ട് വരുന്ന എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ അഭിമാനത്തോടു കൂടി തന്നെ നമ്മുടെ ശ്രുതി ആ ഒരു ഹലുവയൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട്. ഏതായാലും ഇതിനോടൊപ്പം നമ്മുടെ ശ്രുതിയും അറിയുന്നില്ല എന്ത് ജോലിയാണെന്ന്.
കിട്ടിയിരിക്കുന്നത്. അപ്പം എന്ത് ജോലിയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട് ജോലി തന്നെയാണ്. അതിപ്പോൾ എന്ത് ജോലിയാണേലും ജോലിക്ക് അതിൻ്റെതായ മാന്യത ഉണ്ടെന്നല്ലേ ശ്രുതി നീ പറയുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് ജോലിയാണെന്ന് നീ അറിയണ്ട, ജോലി തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അധ്വാനിച്ച ശമ്പളം കൊണ്ട് തന്നെ ഞാൻ ഇത് മേടിച്ചിരിക്കുന്നതെന്ന് പറയാം. ഏതായാലും നമ്മുടെ ശ്രുതി പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, നിനക്ക് ജോലി കിട്ടിയല്ലോ ശ്രുതി, നിനക്കൊരു ജോലി കിട്ടിയല്ലോ ശ്രുതി, അത് മതി എന്നിങ്ങനെ പറയാം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി ഉണ്ടല്ലോ, നമ്മുടെ രേവതി ഇങ്ങനെ പൂ കെട്ടാനൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് രേവതിയുടെ ഒരു കൂട്ടുകാരി വരികയും അന്വേഷിക്കുന്നതൊക്കെ, അതായത് കുശലം ചോദിക്കുന്നതിന്റെ ഇടയിൽ നിന്റെ മാല എന്തിയെ, താലി എന്തിയെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ രേവതി പറയാം അത് പിന്നെ മാല എന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം രവീന്ദ്രൻ നിന്ന് കേൾക്കണണ്ടേ. അപ്പൊ രവീന്ദ്രൻ കേൾക്കുന്നുള്ളത് കൊണ്ട് തന്നെ മാറി നിൽക്കുക രവീന്ദ്രൻ. അപ്പൊ ഈ രേവതി പറയുന്നത് എന്റെ മാല അത് കുഴ പോയി അങ്ങനെ മാറ്റി വെച്ചിരിക്കാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു വെറുതെ നീ പറയുന്നല്ലേ, നിന്റെ അമ്മായിമ്മ വല്ലതും മേടിച്ചു വെച്ചാണോടി എന്നിങ്ങനെ തമാശയ്ക്ക് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല, എൻ്റെ അമ്മായിമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല, എൻ്റെ അമ്മായിമ്മ മാറ്റി വെച്ചൊന്നും അല്ല, ഇതിന്റെ കുഴ പോയിട്ട് ഞാൻ നന്നാക്കാൻ കൊടുത്തിരിക്കുകയെന്ന് വെറുതെ നോണ പറയാം. അപ്പൊ ഇതൊക്കെ നമ്മുടെ രവീന്ദ്രൻ നിന്ന് കേൾക്കാം. അപ്പോഴത്തേക്കും ആ കൂട്ടുകാരി പറയുന്നുണ്ട് വെറുതെ അല്ല ഞാൻ നിന്നോട് ചോദിച്ചത്, നമ്മുടെ വേറൊരു കൂട്ടുകാരി ഇല്ലേ, അവളുടെ അമ്മായിയമ്മ ഉണ്ടല്ലോ, അവളുടെ സ്വർണ്ണം എല്ലാം മേടിച്ചു വെച്ചിട്ട് ഇപ്പൊ അതുപോലെ നിന്റെ അമ്മായിയമ്മ മേടിച്ചു വെച്ചോന്ന് അറിയില്ലല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഏതായാലും സച്ചി നിന്റെ മാല എടുക്കില്ലെന്ന് അറിയാം, കാരണം സച്ചി നല്ലൊരുത്തനാന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ രേവതി ചന്ദ്രനെ കുറിച്ച് നല്ല വാക്കുകൾ മാത്രമാണ് പറയുന്നത്. ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മുടെ ചന്ദ്ര ഇങ്ങ് വരുന്നതും ആ കൂട്ടുകാരി കേക്ക് എന്താ പറയുക ദേഷ്യപ്പെട്ട് നിനക്ക് അടുക്കളയിൽ കയറാൻ മടിയായിട്ടല്ലേ പൂക്കട ഇട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്, വന്ന് അടുക്കളയിലത്തെ ജോലി ചെയ്യടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. അപ്പൊ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞൊക്കെ കള്ളമാണെന്ന് ആ പുള്ളിക്കാരിക്ക് മനസ്സിലായി. ഏതായാലും ചന്ദ്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്കാരി പറഞ്ഞു ഇടി ഇതാണോടി നിന്റെ അമ്മായിമ്മ പാവാന്ന് പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അമ്മ ദേഷ്യം വന്നപ്പോൾ അങ്ങനെ പറഞ്ഞതാ, അതൊന്നും കാര്യമാക്കണ്ട, ഞാനേ സത്യം പറഞ്ഞാലേ ജോലി ചെയ്യാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി തന്നെ കുറ്റം ഏറ്റെടുക്കുക. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ ഇത് കണ്ടിട്ട് വല്ലാത്ത വിഷമമാട്ടോ രവീന്ദ്രന്. എന്നാലും രവീന്ദ്രൻ ഈ കാര്യം നമ്മുടെ സച്ചിയോട് പറയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ചന്ദ്രനെ കുറെ വഴക്കൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനിടയിലാണ് നമ്മുടെ സച്ചി എന്ത് ചെയ്യുന്നത്, അപ്പൊ സച്ചിയോട് ചോദിക്കുന്നുണ്ട് ഇതുവരെ അവൾക്ക് മാല മേടിച്ചെന്നാ നീ കൊടുക്കാത്തത്, അവളുടെ കഴുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട് മേടിച്ചു കൊടുക്കുക, ഇപ്പൊ എൻ്റെ പൈസ ഇല്ലാഞ്ഞിട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രനെ വഴക്കും പറയുന്നുണ്ട്, നീ എന്തിനാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രേവതിയോട് അതൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിഷയം നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതിക്കല്ല സോറി സച്ചിക്ക് മനസ്സിലാവുകയാണ് രേവതി ഇങ്ങനെ കളിയാക്കലൊക്കെ ഏറ്റു വാങ്ങുന്നുണ്ടല്ലോ, ഇത് പിന്നെ ഒരു കാര്യം ചെയ്തേക്കാം, അവിടെ എന്തെങ്കിലും പൈസ മറിച്ചിട്ട് എങ്ങനെയാണെങ്കിലും മാല മേടിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാർ എല്ലാവരും കൂടെ കുറച്ച് പൈസ കൊടുത്തിട്ട് നമ്മുടെ സച്ചി ഒരു മാലയൊക്കെ മേടിച്ചുകൊണ്ട് രേവതിക്ക് കൊടുക്കുന്ന കിടുക്കാച്ചി സീനൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ രേവതിക്ക് ഒത്തിരി സന്തോഷമാകും. അഭിമാനപൂർവ്വം നമ്മുടെ സച്ചി ആ മാല കഴുത്തിൽ കെട്ടിക്കൊടുക്കുകയാണ്. നമ്മുടെ സച്ചിക്കല്ല അഭിമാനം, നമ്മുടെ രേവതിക്ക് തന്നെയാണ് അഭിമാനം. സച്ചിനെ കുറിച്ച് അവിടെയൊക്കെ നമ്മുടെ രേവതിക്കൊരു അഭിമാന നിമിഷമുണ്ട്. തൻ്റെ ഭർത്താവ് തനിക്ക് വേണ്ടി മാലയൊക്കെ മേടിച്ചുകൊണ്ട് തരുന്നത് ഏത് ഭാര്യയ്ക്കാണ് ഇഷ്ടമില്ലാത്തല്ലേ. ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്ന ഒരു നല്ല ഭർത്താവ് തന്നെയാണ് നമ്മുടെ സച്ചി. എന്നാലും ഈ ഒരു ഭാഗമൊക്കെയാണ് കേട്ടോ നമ്മളിനിപ്പോൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അപ്പം മിസ് ചെയ്ത് കളയരുതേ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാനുള്ള. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.